പ്രവാസികൾക്കേറെ ആശ്വാസവും പ്രതീക്ഷയും പകർന്ന് UAE വിലക്ക് അധികനാൾ നീട്ടില്ല എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അധികൃതർ. അങ്ങനെ മാസങ്ങളായുള്ള പ്രവാസികളുടെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. UAEയിൽ നേരിട്ടെത്തിച്ചേരാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് പ്രവേശിക്കുന്നതിന് UAE ഏർപ്പെടുത്തിയ വിലക്ക് ഈ മാസം അവസാനത്തോടെ പിൻവലിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ദുബായ് ഇന്ത്യൻ കോൺസൽ ജനറൽ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. UAE അധികൃതരുമായി ചർച്ച തുടരുകയാണെന്ന് കോൺസൽ ജനറൽ അമൻ പൂരി ദുബായിൽ ഒരു പ്രമുഖ മാധ്യമത്തോട് പറയുകയുണ്ടായി. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും വിലക്ക് പിൻവലിക്കുന്നതെന്നും അമൻ പൂരി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏപ്രിൽ 25 മുതലാണ് ഇന്ത്യയിൽ നിന്ന് നേരിട്ട് പ്രവേശിക്കുന്നതിന് UAE വിലക്ക് ഏർപ്പെടുത്തിയത്. പ്രവേശന വിലക്ക് പിൻവലിക്കുന്ന കാര്യത്തിൽ UAE അധികൃതരുമായി ചർച്ച തുടരുകയാണെന്ന് കോൺസൽ ജനറൽ അമൻ പൂരി പറഞ്ഞു. ഈ മാസം അവസാനത്തോടെ വിലക്ക് നീക്കി തുടങ്ങുമെന്നാണ് പ്രതീക്ഷ. റെസിഡന്റ് വിസയുള്ളവർക്കാകും ആദ്യ പരിഗണന. പലർക്കും മടങ്ങിയെത്തി ജോലിയിൽ പ്രവേശിക്കേണ്ടതുണ്ട്. ഒക്ടോബർ 1-ന് എക്സ്പോ തുടങ്ങുമ്പോഴേക്കും യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ വിലക്കുകളും നീങ്ങുമെന്നും അമൻപുരി പറഞ്ഞു. കൂടാതെ യാത്രാ വിലക്ക് കാരണം മലയാളികളടക്കം ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് അവധിയിലെത്തിയ ശേഷം UAEയിലേക്ക് മടങ്ങാനാകാതെ കുടുങ്ങിയിരിക്കുന്നത്. പല വിമാന കമ്പനികളും ടിക്കറ്റ് ബുക്കിംഗ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് UAEയുടെ ഔദ്യോഗിക അറിയിപ്പിന് കാത്തിരിക്കുന്നതാണ് ഉചിതമെന്ന് ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കുന്നു. അതേസമയം അവധിക്കാലം ആരംഭിച്ചിട്ടും UAEയിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാനങ്ങളിൽ യാത്രക്കാരില്ല എന്ന വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തുവന്നതാണ്. പെരുന്നാൾ അവധിയും സ്കൂൾ അവധിയും എത്തിയിട്ടും വിമാനത്തിൽ യാത്രക്കാരുടെ എണ്ണം കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഓണത്തിന് നാട്ടിലേക്ക് പോകുന്നവരുടെ വിമാന ടിക്കറ്റ് ബുക്കിംഗും തുടങ്ങിയിട്ടില്ല. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ തിരക്കേറിയ സീസൺ സമയമാണ്. സാധാരണ ഈ സമയത്ത് ടിക്കറ്റ് നിരക്ക് 4 ഇരട്ടി ഉയർന്നതാണ്. വിമാന വിലക്കിൽ തുടർന്ന അനിശ്ചിതാവസ്ഥയും നാട്ടിലെത്തിയാൽ കുടുങ്ങിപ്പോകേണ്ടി വരുമോ എന്ന ഭയവും പ്രവാസികളിലുണ്ട്. ഓരോ വിമാനത്തിൽ 25 തുടങ്ങി 50 യാത്രക്കാരാണ് ഇപ്പോൾ യാത്ര ചെയ്തു വരുന്നത്. പല വിമാനങ്ങളും ആളുകളുടെ കുറവ് മൂലം റദ്ദാക്കിയിട്ടുമുണ്ട്. 2-3 സർവീസുകൾ നടത്തിയിരുന്ന വിമാനങ്ങൾ ഇപ്പോൾ ഒറ്റ സർവീസ് നടത്തി മതിയാകും. യാത്രക്കാർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും മറ്റു വഴികളില്ലെന്നാണ് എയർലൈനുകൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.